അടിയ സ്വിജിഷർഫൻ നമ്മൾ ഫ്ലോറിംഗ് ഇന്നേ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക, അതേപോലെ ഡബിൾ മോൾഡ് ചെയ്ത് അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ എന്താണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതേപോലെ ലെതർ ഫിനിഷ് അതേപോലെ കാർവിങ് ഡിസൈനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ സൈഡ് ഭാഗം ഈ ഭാഗം വരുന്ന ലിപ്പിങ് അത് ഈ മേലത്തെ അതേ ഫിനിഷിങ് അത് താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് 45 ഡിഗ്രിയിൽ ചെയ്താൽ തന്നെ അത് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ് വീട് എടുക്കുന്ന ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ടൈറ്റാക്കി ലിപ്പിങ്ങൊക്കെ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൂടെ ഒട്ടിക്കാനുള്ള ലിപ്പിങ്ങുകൾ. ഇതുപോലെ മാസ്കിൻ്റെ ടേപ്പ് ഈ പട്ടി ഉണ്ടല്ലോ 5 സെൻറ്റിൻ്റെ പട്ടിയാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മാസ്കിൻ്റെ ടേപ്പ് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ജെല്ല് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വന്ന് പോരാൻ ഭയങ്കര പ്രയാസമാവും. അപ്പോൾ ഇതുപോലെ ഒരു മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിക്കുക. ഈ ലിപ്പിങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആവണം, ഫില്ലാവണം. നല്ല കറക്റ്റ് ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി ഇതിനൊരു സപ്പോർട്ടുണ്ട്. ഉള്ളിൽ വാഷർ വെച്ചിട്ട് 2 ലിറ്ററും സപ്പോർട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിന് ഉപയോഗിക്കണ ഗമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിയറിന് ബ്രാൻഡിലുള്ളൊരു നാനോ ജെല്ലാണ്. നാനോ വൈറ്റിനൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കൽ. അതിൽ പിഗ്മെൻറ്റ് കൂട്ടിയിട്ട് ബ്ലാക്ക് ആക്കാണ് ചെയ്യുക. അപ്പോൾ പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചത് പാർട്ട് ബി ആണ്. അതുപോലെ തന്നെ പാർട്ട് എ ഇതേപോലെ ഒരു ജെല്ല് ടൈപ്പിലാണ് വരുന്നത്. രണ്ടും 50-50 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത് കേട്ടോ. 50-50 അനുപാതത്തിലാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പിഗ്മെൻറ്റ് നമ്മളെ മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള അനുപാതത്തിൽ, ലെതർ ഫിനിഷിനോട് മാച്ചായിട്ടുള്ള അനുപാതത്തിൽ പിഗ്മെൻറ്റ് ചേർക്കുക. എല്ലാം പിഗ്മെൻറ്റ് ആർട്ടിനോട് റസ്സിനും ചേർത്ത് നല്ല മിക്സാക്കിയതിന് ശേഷം ആണിത് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ റസ്സിൻ്റെ കളർ മിക്സാക്കിയിട്ട് ഏകദേശം മാച്ചായിട്ടുള്ള കളറായതിന് ശേഷം അതിൻ്റെ ഹാർഡ്നർ ചേർക്കുക. ഹാർഡ്നർ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം വെയിൽ കൊള്ളുന്ന ഭാഗമായതുകൊണ്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് സെറ്റിങ് തുടങ്ങും. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ വരെ ഇതിൻ്റെ സെറ്റിങ് എടുക്കും. ഇവിടെ ഇതുപോലൊരു വാഷർ ഇട്ടിട്ട് നമ്മളിത് ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ത്രെഡും റൈസും ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ലിപ്പിങ് ഒട്ടിക്കുന്നത്. ഈ റൈസ് ഭാഗവും ത്രെഡ് ഭാഗവും ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ലിപ്പിങ്ങിൻ്റെ ഇത് ഒട്ടിക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത് ലെതർ ഫിനിഷ് പോളിഷ് ചെയ്താലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പോളിഷ് ചെയ്താണ്. ഇത് ഈ വീടിൻ്റെ പ്ലാന്റർ ബോക്സ് ആണ്. ഇത് മേലത്തെ ഈ ഫിനിഷ് ഈ സൈഡിലും ഇല്ല, ഇതുണ്ടോ, ഇത് ഗ്ലോസി ഫിനിഷാണ്, ഇത് ലെതർ ഫിനിഷാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നത്. ഏകദേശം അപ്പോൾ ഒരു 300+ ഒക്കെയാണ് ഇതിൻ്റെ ലെതർ ഫിനിഷ് വരുന്നത്, ഗ്രാനൈറ്റ്. അപ്പോൾ ഇതുവരെ കുറച്ചൊരു ലേബർ കോസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലെ 45 അടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ ഉണ്ടോ അതൊരു 4 സെൻറ്റിയുള്ള ഒരു സ്ലാബ് കൊടുന്ന് നേരെ വെച്ച ഒരു ഫീല് കിട്ടും. എവിടെ ഇതിൻ്റെ ജോയിൻ്റ് ഒന്നും കാണാതിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ആംബിയൻസിന് ഒരു നല്ലൊരു എലഗൻ്റായി കിട്ടും. താങ്ക് യു.